ഓക്കെ. സോ നമ്മൾ ലാസ്റ്റ് 4 സെഷൻസിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? AI പറഞ്ഞു, ML പറഞ്ഞു, പൈത്തന്റെ ബേസിക്സ് പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ AIന്റെ സ്കോപ്പാണ്. ഓക്കെ. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഞാൻ ഈ ബേസിക്കലി നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ജസ്റ്റ് AI ഇങ്ങനെയാണ്, AI ഇങ്ങനെ വർക്ക് ചെയ്യും, AIന്റെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ്, പൈത്തൺ ആണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, ഡാറ്റ ആണ് അതിന്റെ ബേസ്. സോ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിനെ അതല്ല ആക്ച്വലി AIന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ ഫ്യൂച്ചറിസ്റ്റിക്കലി അല്ലെങ്കിൽ തിങ്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു റിട്ടേൺ നോട്ട് അതുകൊണ്ട് അവിടെ തീരുന്നതല്ല എക്സാക്ട്ലി AIന്റെ എന്താ ആ ഒരു പ്രോമിനൻസ്. സോ അതുകൊണ്ട് തന്നെ നമ്മള് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ വളരെ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ജോബ്. എസ്പെഷ്യലി നിങ്ങളിപ്പോ BTech അല്ലെങ്കിൽ BSc സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറെ ഡൗട്ട്സ് ഉണ്ടാവും. ഫ്യൂച്ചറിൽ നമ്മൾ എല്ലാവരും എന്തായാലും കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ട് തന്നെയാണല്ലോ പോവുണ്ടാവുക, അല്ലേ? IT ആയിരിക്കും മേജർലി ഫോക്കസ്. ആർക്കെങ്കിലും ഹയർ സ്റ്റഡീസ് മാസ്റ്റേഴ്സ് എടുക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടോ? റമീസ് മാസ്റ്റേഴ്സ് എടുക്കലിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞത്, അതോ IT കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണോ ഉദ്ദേശിച്ചത്? മാസ്റ്റേഴ്സ്. ഓക്കെ ഓക്കെ. നീ BC ആണോ BTech ആണോ? BCA. ഫൈൻ, കഴിഞ്ഞല്ലോ അല്ലെ? കോഴ്സ് കഴിഞ്ഞില്ലേ? ഇഫ് പോസിബിൾ നീ മൈക്ക് ഒന്ന് ഓൺ ചെയ്യോ? ഹലോ. ഓക്കെ. ഈ ഇയർ ആണോ പാസ് ഔട്ട് ആയേ? ഇയർ. MCA ഒക്കെ എവിടെയൊക്കെ കൊടുത്ത്? ഇപ്പോ കറന്റ് എനിക്ക് VIT കിട്ടിയിരുന്നു. ഞാൻ VIT ഡ്രോപ്പ് ചെയ്തിട്ട് ഇപ്പൊ കുസാറ്റ് ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത്. VIT എന്താ ഡ്രോപ്പ് ചെയ്തേ? VIT ഫീസിന്റെ കുറച്ച് ഇഷ്യൂ ആയിരുന്നു. ഓക്കെ ഓക്കെ. ആക്ച്വലി VIT നല്ല ക്യാമ്പസ് ആട്ടോ. നിനക്ക് ഗ്രോ ചെയ്യാനാണെന്നുണ്ടെങ്കിലും നല്ലൊരു പ്ലാറ്റ്ഫോം. എനിക്ക് അവിടെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, അവിടെ ഇന്റഗ്രേറ്റഡ് കോഴ്സ് ചെയ്യാൻ വേണ്ടിട്ട്, BTech വിത്ത് ഇന്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ്. അപ്പോ ലൈക്ക് അവിടുത്തെ ഒരു ഓവറോൾ സറൗണ്ടിങ്സ് ആണെന്നുണ്ടെങ്കിൽ എൻവയോൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ അവൻ പറഞ്ഞിട്ട് എനിക്കൊരു ഐഡിയ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ്സ് ഓക്കെ. ക്യുസാറ്റ് ആണെങ്കിൽ നല്ല ഇതാണ്. അപ്പൊ എക്സാം കഴിഞ്ഞോ ക്യുസാറ്റിന്റെ? കുസാറ്റിന്റെ എക്സാം കഴിഞ്ഞു. ഇപ്പോ അലോട്ട്മെന്റ് വന്നതില് കിട്ടിയിട്ടില്ല. ഇനി സ്പോട്ടിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. നോക്ക് ഇൻഷാല്ലാ എന്തായാലും കിട്ടും. ഓക്കെ ഓക്കെ. അപ്പൊ നീ ഇൻ ബിറ്റ്വീൻ ഇപ്പൊ എന്തിനാണ് ഇതിലേക്ക് വന്നത്? അല്ല, എനിക്ക് ഞങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മാമിനെ അറിയായിരിക്കും. പൈത്തണായിട്ട് വലിയ ബേസ്ഡ് ഒന്നുമില്ല. കൂടുതലും ആൻഡ്രോയിഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പൈത്തന്റെ ബേസും കിട്ടും. പിന്നെ എനിക്ക് VIT-യിൽ 2 സബ്ജക്റ്റുകളെ കിട്ടിയത്. AN മെഷീൻ ലേണിംഗ് കിട്ടി, MCA കിട്ടി. അപ്പോ AN മെഷീൻ ലേണിംഗ് എങ്ങനെയുണ്ട് എന്നും കൂടി ഒന്ന് അറിയാനായിട്ട്. ഫൈൻ. അതായത് നീ ഇപ്പോ ഇവിടെ വേറെ ആരെങ്കിലും മാസ്റ്റേഴ്സിന് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെയും കൂടി ഒരു അക്നോളജ് ചെയ്യാൻ വേണ്ടി പറയാണ്. ലിറ്ററലി ഇപ്പോ MCAന്റെ സിലബസ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ BTechകാരെ കമ്പയർ ചെയ്യുമ്പോൾ സിമ്പിൾ ആണ്. പിന്നെ ഈ AI ML എന്ന് പറയുന്ന സാധനം ഇപ്പോ ML എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രം ദ ബിഗേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ML എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സൂപ്പർവൈസ്ഡ് അൺസൂപ്പർവൈസ്ഡ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് കാര്യങ്ങൾ പറഞ്ഞു. ആഫ്റ്റർ ദെൻ അതിൽ കുറച്ച് മോഡൽസും കാര്യങ്ങളും വരുന്നുണ്ട്. അത് പെർഫെക്റ്റ്ലി കണക്റ്റഡ് ടു ഡീപ് ലേണിംഗ് ആണ്. CNN RNN മോഡൽസ് ഒക്കെയാണ് അതിൽ വരുന്നത്. ഇനി അതും അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോ ML ഞാൻ പറഞ്ഞു സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്നൊക്കെ പറഞ്ഞു. അതിൽ തന്നെ പിന്നെയും കാറ്റഗറൈസേഷൻ ഉണ്ട്. ഇപ്പൊ സൂപ്പർവൈസ്ഡ് ഉള്ളതാണ് ക്ലാസിഫിക്കേഷന്, റിഗ്രഷൻ ഒക്കെ. ക്ലാസിഫിക്കേഷനിൽ തന്നെ അതിൽ കുറച്ച് ക്ലാസിഫയേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. റിഗ്രഷനിൽ തന്നെ കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ പോകും. പിന്നെ അടുത്ത പോർഷൻ എന്ന് പറയുമ്പോൾ അൺസൂപ്പർവൈസ്ഡാ. എന്താണ് അൺസൂപ്പർവൈസ്ഡ്? അതിൽ എത്ര ടൈപ്പ് ഓഫ്, അതിന്റെ പിന്നെയും തന്നെ സെപ്പറേഷൻസ് വേറെ ഉണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി. പിന്നെ അതല്ലാണ്ട് ഹിഡൻ മാർക്കോണിക്കോ മോഡല്, വേറെ നെറ്റ്വർക്ക്സ് കാര്യങ്ങള്, RNN CNN ഈ സാധനങ്ങളൊക്കെ കൂടിയതാണ് MTech. ബിക്കോസ് ഞാനിപ്പോ MTech കമ്പ്യൂട്ടർ സയൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചൊരു ഐഡിയ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സാധനം വരിക. MCAക്ക് വരുന്ന സമയത്ത് ഇത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് വരില്ല. പക്ഷെ ഓൺ ദ സെയിം ഹാൻഡ് ക്യുസാറ്റിന്റെ സിലബസ് വ്യത്യാസം ഉണ്ടാവും. ബിക്കോസ് KTU അല്ല ക്യുസാറ്റ്. സോ KTUന്റെ ഇതിന്റെ കേസാണ് ഞാൻ പറയുന്നത്. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അതിലുണ്ടാവുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങള് മാസ്റ്റേഴ്സ് ചെയ്യുന്ന ആൾക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്
ഈ പറഞ്ഞ സ്പൂൺ ഫീഡിങ്ങും കാര്യങ്ങളും ബേസ് ചെയ്തിട്ട് ഒരിക്കലും നിങ്ങൾ മാസ്റ്റേഴ്സിന് പോകരുത്. നിങ്ങൾക്ക് ഒരു ഐഡിയ എന്തായാലും നിങ്ങളുടെ പഠിക്കണത്തിൽ വേണം. വിച്ച് മീൻസ് ഇപ്പോ എന്തായാലും ഫോർ ഷുവർ നിങ്ങൾ എക്സാമിന്റെ തലേ ദിവസമായിരിക്കും എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ വേണ്ടി ഇരിക്കണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊക്കെ ലിറ്ററലി പഠിക്കാറ് ChatGPT വെച്ചിട്ട് മാത്രം നമ്മൾ സിലബസ് എടുത്ത്. ബിക്കോസ് നമുക്കൊരു ഏതെങ്കിലും ഒരു റെഫറൽ ടെക്സ്റ്റ് ബുക്ക് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. ആ റെഫറൽ ടെക്സ്റ്റ് ബുക്ക് ഒന്നും നമുക്ക് എക്സാമിന് തലേദിവസം കവർ ചെയ്യാൻ പോലും കഴിയില്ല. അപ്പൊ അതിന്റെ ലിങ്ക് ഇട്ടുകൊടുത്ത് അതിനോട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നമ്മൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് വഴി തന്നെ പ്രോംപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കാറ്. സോ എല്ലാവരും എനിക്ക് പറയാനുള്ളത്, ഇത്രത്തോളം റിസോഴ്സസും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ടെക്സ്റ്റ് ബുക്ക് ഫോക്കസ് ചെയ്ത് പോകേണ്ട ആൾക്കാർക്ക് പോവാമെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഇങ്ങനത്തെ അവൈലബിലിറ്റി ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പേ ആയി യൂസ് ചെയ്യണം എന്തിനാ, നമ്മൾ മാനുവൽ ആയിട്ടുള്ള ഹാർഡ് വർക്ക്സ് അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന കൺസ്യൂം ചെയ്യുന്ന ടൈമും കാര്യങ്ങളും കുറക്കാനാണ്. സോ സെയിം ആസ് ദാറ്റ് നിങ്ങളുടെ റിയൽ ലൈഫിലും നമുക്കത് യൂസ് ചെയ്യാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മിസ്യൂസ് ചെയ്യാം എന്നല്ല, യൂസ് ചെയ്യാം. സോ എല്ലാവരും അങ്ങനത്തത് കൂടി നോക്കുക. ഫൈൻ. പിന്നെ ഈ പറഞ്ഞ പോലെ AI/ML ഇങ്ങനെ കണ്ട ഒരു ഐഡിയയിൽ കയറിങ്ങാണ്ട് പെട്ടെന്ന് ഓപ്റ്റ് ചെയ്യരുത്. ഇപ്പത്തെ അതായത് നിങ്ങൾ ഏതൊരു വേ ഓപ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഉറപ്പുണ്ടാവണം എനിക്കതിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും ഓർ ഇല്ല. വിച്ച് മീൻസ് ഈസ് ദാറ്റ് മൈ കപ്പ് ഓഫ് ടീ. ഈ ഒരു സാധനം നിങ്ങൾ വളരെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ തന്നെ നിങ്ങൾ കണ്ടുപിടിക്കണം. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യാണ്, ലിറ്ററലി ഞാൻ വർക്ക് ചെയ്യാൻ റീസൺ പറഞ്ഞു കഴിഞ്ഞാൽ ഐ വോണ്ട് ടു അഷ്വർ ദാറ്റ് വെദർ IT or corporate ഈസ് മൈ കപ്പ് ഓഫ് ടീ. ഇത് എനിക്ക് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഫോർ ഷുവർ ഐ വിൽ ബി ഷിഫ്റ്റിംഗ് ടു ടീച്ചിങ്. ലൈക്ക് എനിക്ക് ടീച്ചിങ് ഇഷ്ടമാണ്, അതിലേക്ക് പോകും. ബട്ട് എന്താ ചോദിച്ചാല് പല പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ IT തന്നെ സ്വിച്ച് ചെയ്യല്ല, ലൈക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട ആവശ്യം വരും. സോ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ലിറ്ററലി ഇപ്പൊ ഞാനും ആ ഒരു ബേസിലാണ്. അപ്പൊ നിങ്ങൾ എന്നെങ്കായി ചെറുതായത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞത്. അപ്പൊ എല്ലാരും ഫ്യൂച്ചർ ജോബ് ഓപ്റ്റ് ചെയ്യുമ്പോൾ ആലോചിച്ച് ഓപ്റ്റ് ചെയ്യാം. ഫൈൻ. സോ കമ്മിങ് ബാക്ക് ടു അവർ ടോപ്പിക്, നമ്മളിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതില് നമ്മൾ ബേസിക് ആയിട്ട് ഫ്രം സ്റ്റാർട്ടിങ് നമ്മൾ എന്ത് പറഞ്ഞു, ChatGPT നമ്മൾ യൂസ് ചെയ്യണ പറഞ്ഞു. ChatGPT നമ്മൾ യൂസ് ചെയ്യണ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പറഞ്ഞു സിമ്പിൾ ടെക്സ്റ്റ് ആയിട്ടാണ് നിങ്ങൾ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യാറ്, ഓർ അതോ പെർഫെക്റ്റ് ആയിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടാന്ന് പറഞ്ഞു. അപ്പോ ഏത് ലെവൽ ഓഫ് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ AI വിച്ച് മീൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ചാറ്റ് ബോട്ട് നമ്മുടെ കൺവീനിയന്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് എന്ത് ചെയ്യും, തരും. ഇതിനാണ് നമ്മൾ ജെൻഎഐ എന്ന് പറയാന്ന് പറഞ്ഞു. സെയിം ആസ് ദാറ്റ് അടുത്ത ഒരു നമ്മുടെ സ്കോപ്പാണ് AI ഇമേജ് ജനറേഷൻ. അതായത് നമ്മൾ കൊടുക്കുന്ന അതിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ജെമിനൈയിൽ നമ്മൾ എന്താ ചെയ്യാറ്, നമുക്ക് വേണ്ട പ്രോംപ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കും. വിച്ച് മീൻസ് ബോഡി പോലും ഡിഫറെന്റ് ആയിരിക്കും പല പല ആൾക്കാരുടെ, ബട്ട് ഫേസ് മാത്രം നമ്മൾ കൊടുത്തിട്ട് നമുക്ക് വേണ്ട ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ പറയണ പേരാണ് എന്ത്, ഞാൻ പറഞ്ഞു ടെക്സ്റ്റ് ടു ഇമേജ് ജനറേഷൻ എന്നുള്ളതാണ് ഇതിന് ആക്ച്വലി പറയാന്ന് ഞാൻ പറഞ്ഞു. ഇത് ബേസിക്കലി യൂസ് ചെയ്യാറ് ഗ്രാഫിക് ഡിസൈനിങ്ങില്, മാർക്കറ്റിംഗ്, ആനിമേഷൻ, ഗെയിമിംഗ്, അഡ്വർടൈസ്മെന്റ് ടീം, അങ്ങനെ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് മേജർലി ഈ AI ഇമേജ് ജനറേഷനിലോട്ട് കുറച്ചും കൂടി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. സോ ഇതില് തന്നെ വരുന്ന സാധനമാണ് ആക്ച്വലി പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. ഇതിലെന്നല്ല എല്ലാത്തിലും കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വേർഡാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. ലിറ്ററലി പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രീം തന്നെ ഉണ്ട്. അത് നമ്മൾ ഈ കൊടുക്കുന്ന പോലത്തെ ഒരു സെറ്റപ്പ് അല്ല, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് വേർഷൻ ആണ്. അപ്പോ അതും ഇമ്പോർട്ടന്റ് ആണ്. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് എത്രത്തോളം പക്കയാവുന്നോ അതിനനുസരിച്ച് നമ്മുടെ ഔട്ട്പുട്ടും ബെറ്റർ ആവും. ക്ലിയർ? ഞാനിപ്പോ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. ഇപ്പൊ ഞാൻ കൊടുക്കുന്ന പ്രോംപ്റ്റ് ക്യാറ്റ് എന്ന് മാത്രം ഞാൻ ChatGPTക്ക് എഴുതി കൊടുത്തു ഫസ്റ്റ്. ഈ ക്യാറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാല് ഇപ്പോ ഈ ഒരു AI സാധനത്തില് ഒരു ക്യാറ്റ് മാത്രല്ലേ വരുള്ളൂ, അല്ലേ? ഏതെങ്കിലും ഒരു വഴിയിൽ നല്ല എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ക്യാറ്റ് വരും. ഓൺ ദ സെയിം ഹാൻഡ് ഞാൻ പറയാണ് ക്യൂട്ട് വൈറ്റ് cat wearing sunglasses sitting on a beach during sunset, ultra realistic. ഇങ്ങനെയൊക്കെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡീറ്റെയിൽ, ബിക്കോസ് ഞാൻ പറഞ്ഞ പ്രോംപ്റ്റ് അനുസരിച്ച് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഔട്ട്പുട്ട് ആയിട്ട് വരിക, അല്ലേ? ഏത് പ്രോംപ്റ്റാ ബെറ്റർ, ഫസ്റ്റ് വൺ ഓർ സെക്കൻഡ് വൺ?
എല്ലാരും ഒന്ന് പറഞ്ഞേ. യെസ്, എക്സാക്ട്ലി, സെക്കൻഡ്. ഇത് അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പ്രോംപ്റ്റ് കൊടുക്കുന്നതിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടിന്റെ ഡിഫറൻസ് തന്നെ വളരെ വലുതാണ്. ഓക്കെ, ക്ലിയർ? അപ്പോ AI ബേസ്ഡ് ഇമേജ് ജനറേഷനും ഓൺ ദ സെയിം ഹാൻഡ് ചാറ്റ് GPT അല്ലെങ്കിൽ ചാറ്റ് ബോട്ടിനെയും കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്, AI കോഡിംഗ് അസിസ്റ്റന്റ്. AI കോഡിംഗ് അസിസ്റ്റന്റ് നിങ്ങൾക്ക് അറിയാവുന്ന AI കോഡിംഗ് അസിസ്റ്റൻസ് ഏതൊക്കെയാണ്? AI യൂസ് ചെയ്തിട്ട് കോഡ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള എന്താ, ചാറ്റ് GPT, ഓക്കെ, ചാറ്റ് GPT അല്ലാണ്ട് കോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുന്ന AI ബോട്ട്സ് ഏതൊക്കെയാണ്? അറിയണ കുറച്ച് പറഞ്ഞേ. ഒന്ന് കമന്റ് ചെയ്ത് എല്ലാരും. എനിക്ക് വേറൊന്നും അറിയാത്തോണ്ടാണ് ജെമിനൈ. ഫൈൻ, ദെൻ VS കോഡ്. ഞാൻ AI ചാറ്റ് ബോട്ട് ആണ് ചോദിച്ചത്. ക്ലോഡ്, ഗിറ്റ്ഹബ് കോപ്പൈലറ്റ്, ക്ലിയർ, ഫൈൻ. ദെൻ എമർജന്റ്, ഓക്കെ, ഗ്രേറ്റ്. ദെൻ ക്ലോഡ്, ഓക്കെ, ഫൈൻ. എനിക്ക് ആ എമർജന്റ് പറഞ്ഞത് ഇഷ്ടായി. ഷെഹസാദ്, എമർജന്റ് AI യൂസ് ചെയ്തിട്ടുണ്ടോ? യെസ്. അത് ആക്ച്വലി എന്റെ പെട്ടെന്ന് കോട്ട തീറ്റില്ലേ, കോയിൻസ് പെട്ടെന്ന് കഴിയുമല്ലോ 3 പ്രോംപ്റ്റ് അടിക്കുമ്പത്തിന്. നീ എന്നിട്ട് അതിൽ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നേ? ലൈക് വെബ് ഉണ്ടാക്കിയോ? മിനി പ്രൊജക്ട്, ഓക്കെ ഓക്കെ. അതിങ്ങനെ ടൈം എടുത്ത് ചെയ്തിട്ടുണ്ടാവില്ലേ? അതോ ജെമിനൈന്റെ അഡ്വാൻസ് സാധനം ഓൾറെഡി അതിന് അത് പെയ്ഡ് അല്ലേ എമർജന്റ്? ഇത്ര ഡോളേഴ്സ് കൊടുക്കണല്ലോ, അല്ലാതെ എനിക്ക് 24 hours 10 കോയിൻസ് ഇങ്ങനെ കെയർ ചെയ്യുള്ളൂ. എങ്ങനെയാ അതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണ്ടായിരുന്നേ? ചെറിയ പ്രൊജക്ട് ആയിരുന്നു മിനി പ്രൊജക്ട്? അങ്ങനെയല്ല ട്ടോ ചോദിച്ചത്. മിനി പ്രൊജക്ട് ചെറുതാണ്, വിച്ച് മീൻസ് വളരെ ചെറുതാണോ ഞാൻ ഉദ്ദേശിച്ചത്. ടോപ്പിക് വൈസ് നോക്കുമ്പോൾ ചെറുതാണോ ഉദ്ദേശിച്ചത്? ഇഫ് പോസിബിൾ മൈക്ക് ഒന്ന് ഓൺ ചെയ്യോ ഷഹസാദ്? ഹലോ. ആടാ, ഓക്കെ. ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻസ് കേട്ടോ? കേട്ടു. എമർജന്റ് നീ അപ്പോ ഞാനിപ്പോ ഇതേപോലെ UI ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എമർജന്റ് യൂസ് ചെയ്ത്, അപ്പൊ ഒരു 3 പ്രോംപ്റ്റ് അടിക്കുമ്പോ അതിന്റെ ഓൾറെഡി അതിന്റെ കോട്ട ഫില്ലായിട്ട് 24 hours കഴിഞ്ഞിട്ട് പിന്നെ റീഫിൽ ആവുള്ളൂ 10 കോയിൻസ് വെച്ചിട്ട്. അത് റീചാർജ് ചെയ്തണ്ട് പിന്നെ ചെയ്യലാണ്. മീൻസ് പിന്നെ റീചാർജ് ആവുമ്പോ പിന്നെയും ചെയ്യുന്ന അങ്ങനല്ലേ? അങ്ങനെ. ഓക്കെ ഓക്കെ. അപ്പൊ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടാവും. ടൈം എടുത്തിരുന്നു ചെയ്യാൻ. ഓക്കെ ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പോ ഇവിടെ എത്ര പേര് എമർജന്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എമർജന്റിന്റെ ഐഡിയ ഉണ്ടെന്ന് എനിക്കറിയില്ല. എമർജന്റ് വളരെ റീസെന്റ് ആയിട്ട് ഭയങ്കര പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജി ആയിരുന്നു. ഇപ്പോ ഈവൻ ഞാനൊക്കെ ഇതിനെ കുറിച്ച് ഒന്നും കൂടി അറിയുന്നത് ഇന്ത്യ ഇൻസ്റ്റാഗ്രാം സജഷൻസിൽ വന്നിട്ടാ എമർജന്റ് ആയിട്ട്. സെയിം ആസ് ദാറ്റ് അതേപോലെ ലവ്ലി ഉണ്ട്, റെപ്ലിറ്റ് ഉണ്ട്. റെപ്ലിറ്റിൽ ആക്ച്വലി ഞാൻ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. റെപ്ലിറ്റ് നല്ലൊരു ഇതാണ്. പക്ഷെ ഇതിന്റെയൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ ഇതിന്റെ കോട്ടയാണ്. ഈ ക്ലോഡ്, ഗിറ്റബ് കോപ്പലറ്റ്. അപ്പൊ ആരും ചാറ്റ് ജിപിടിന്റെ കോഡെക്സ് യൂസ് ചെയ്തിട്ടില്ലേ? അതാരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്? ചാറ്റ് GPT കോഡെക്സ് റമീസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഫൈൻ ഫൈൻ. പിന്നെ ആരെങ്കിലും ഓപ്പൺ കോഡ് AI എന്ന് പറഞ്ഞൊരു AI ഉണ്ട്, അതായിരിക്കല്ലോ അറിയോ? നമ്മൾ ഇതിൽ എഴുതാം ഓപ്പൺ കോഡ് AI. ഇതായിരിക്കല്ലോ അറിയോ ഈ ഓപ്പൺ കോഡ് AI? ഇതാരെങ്കിലും മുന്നേ കേട്ടിട്ടുണ്ടോ ഓപ്പൺ കോഡ് AI?
ഇത് അത്രത്തോളം പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജി അല്ല. ഓപ്പൺ കോഡ് AI എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിന് ആക്ച്വലി കോട്ടില്ല. ബാക്കി എല്ലാതും കുറച്ച് ടൈം കഴിയുമ്പോൾ ഇതിന്റെയൊക്കെ കോട്ട കഴിഞ്ഞ് നിൽക്കുമ്പോഴും ഓപ്പൺ കോഡ് AIക്ക് അങ്ങനെ ഒരു കോട്ട ലിമിറ്റ് ഇല്ല. ബട്ട് പ്രശ്നം എന്താ വെച്ചാൽ ഇത് നമ്മുടെ ടെർമിനലില് ആണ് വർക്ക് ചെയ്യുക. ഇത് അത്രത്തോളം കൺവീനിയന്റ് അല്ല. യൂസ് ചെയ്യണ പല സമയത്താണെന്നുണ്ടെങ്കിലും ആന്റി ഗ്രാവിറ്റി ഐ ഗസ് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്യാൻ ഇതിന്റെ മുന്നേ തന്നെ. അപ്പോ നമ്മള് ബേസിക്കലി ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ടോപ്പിക് പറയുകയാണെന്നുണ്ടെങ്കിൽ AI കോഡിംഗ് അസിസ്റ്റൻസ്. ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ റെപ്ലിറ്റ്, ഗിറ്റബിന്റെ പൈലറ്റ്, കോഡെക്സ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ എന്താ ഡേ ടു ഡേ ലൈഫില് കോഡ് എഴുതാനും. ഇപ്പൊ ആരും ആക്ച്വലി മാനുവലി ഒന്നും കോഡിങ് ചെയ്യണില്ല. അതായത് ജോബിന് കയറിയ ആൾക്കാർ കേട്ടോ, ജോബിന് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണം. ബട്ട് ജോബിന് കയറിയതിന് ശേഷം നമ്മൾ എല്ലാ പ്രൊജക്റ്റും ചെയ്യണത് ഇങ്ങനത്തെ AI വെച്ചിട്ട് തന്നെയാണ്. അതായത് ഇവിടെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഡെവലപ്പേഴ്സിന്റെ ഒരു അസിസ്റ്റന്റ് പോലെയാണ് ഇവിടുത്തെ എല്ലാ കോഡിങ് അല്ല AI കോഡിങ് ടൂൾസും വർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ കമന്റ് കൊടുക്കുകയാണ്, ജസ്റ്റ് ഒരു ചെറിയൊരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ പൈത്തൺ പ്രോഗ്രാം ടു കാൽക്കുലേറ്റ് ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഓട്ടോമാറ്റിക്കലി എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള കോഡാണ് അവർ സജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജസ് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ. ഈ പറഞ്ഞ പോലെ കോഡിങ് ഫാസ്റ്റർ ആണ്, ഇറേഴ്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്, പ്രൊഡക്ടിവിറ്റിയും കാര്യങ്ങളും അതേപോലെ ലയബിലിറ്റിയും കൂടുതലാണ്. ഇതൊക്കെ കറക്റ്റ് ആണ്. പക്ഷേ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് AI സോഫ്റ്റ്വെയർസ് ഒരിക്കലും എഞ്ചിനീയേഴ്സിനെ റീപ്ലേസ് ചെയ്യാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ എക്സാമ്പിൾ അല്ല, AI ടൂൾസിനെ ഒരിക്കലും നമ്മൾ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെ റീപ്ലേസ് ചെയ്യാൻ കഴിയൂല. ഈ ഇപ്പോഴത്തെ ഒരു കറന്റ് അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ AI ടൂൾസ് എത്രത്തോളം നൈസായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നോ അവർക്കാണ് ആക്ച്വലി ഡിമാൻഡ് കൂടുതലുള്ളത്. ഐ മീൻ കോഡിങ്ങിന്റെ കേസിലാട്ടോ ഞാൻ പറയുന്നത്. കാരണം ഇപ്പോ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു പാരഡോക്സ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം, നമുക്കൊരു ഡിബേറ്റിന് വെക്കാൻ വേണ്ടി പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് AI സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനെ റീപ്ലേസ് ചെയ്യുമെന്നുള്ളത്. നമ്മുടെ ആൾക്കാരുടെ കൗണ്ട് കുറച്ച് വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ തന്നെ പല കമ്പനീസിലും കാണുന്നുണ്ടാവും, ഗൂഗിളിൽ ഇത്ര വർക്കേഴ്സിനെ പിരിച്ചുവിട്ടു, വിപ്രോ പിരിച്ചുവിട്ടു, IBM പിരിച്ചുവിട്ടു എന്നൊക്കെ പറഞ്ഞാണ്ട് നമ്മൾ കാണുന്നുണ്ടാവും. പക്ഷെ ഒരു എൻഡ് വരെ അതുകൊണ്ടുള്ള ഉപകാരം എന്താ വെച്ചാൽ പല പല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഈ എക്സല് കാര്യങ്ങളൊക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ ആരൊക്കെ എക്സൽ സമ്മറൈസേഷനും കാര്യങ്ങളൊക്കെ അറിയില്ല, അതേപോലെ മെഡിക്കൽ കോഡിങ് കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ ഒക്കെ ഫീൽഡിൽ ലിറ്ററലി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മാനുവലി ആണ് പല ഡാറ്റാസും കാര്യങ്ങളൊക്കെ അവർ മാനേജ് ചെയ്യുന്നത്. ഇപ്പോഴും അതിലൊന്നും ഈ പറഞ്ഞ പോലെ അതിന്റെ ഇൻട്രൂഷൻ വല്ലാണ്ടില്ല. ഒരു പോയിന്റ് ഇപ്പൊ പക്ക സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പറഞ്ഞാൽ പോലും എന്താ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് കോഡ് വർക്ക് ആവുന്നില്ല. അപ്പോ ഞാൻ ചെയ്യുന്ന സമയത്ത് എന്താ ആസ് എ ഹ്യൂമൻ ഞാൻ ചെയ്യുന്ന സമയത്ത് കുറെ ടൈമും കാര്യങ്ങളും എടുക്കും. ഓൺ ദി സെയിം ഹാൻഡ് അത് AI ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്താ റിപ്പീറ്റഡ്ലി സാധനങ്ങളൊക്കെ പെട്ടെന്ന് ക്ലിയർ ആവും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു ഡിസിഷൻ ടേക്കിങ് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ്ങിന് ഇതിനൊക്കെ AIക്ക് പറ്റുമോ? ഇവിടെ ഈ AI ടൂൾസ് വെച്ചിട്ട് വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കിയ ആൾക്കാർക്ക് അറിയായിരിക്കും, ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാല് ആ പറഞ്ഞ സാധനങ്ങളുടെ ഒരു സാധനം സെറ്റ് ചെയ്ത് തരും. ഞാൻ പറഞ്ഞുതരാം, ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് മോഡില് ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് തരും UI അല്ലെങ്കിൽ ഒരു വൈറ്റ് UI ക്രിയേറ്റ് ചെയ്ത് തരും. ഈ പറഞ്ഞ ഈവൻ ഇപ്പൊ ഞാനൊരു ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ഷന്റെ ഒരു ടോപ്പിക് കട്ടിക്കണമെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ പ്രോംപ്റ്റിനോട് റിലേറ്റ് ചെയ്ത സാധനമായിരിക്കും ഹെഡറിന്റെ വരെ താഴെ ഉണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഞാൻ അതിൽ എന്തെങ്കിലും മോഡലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി എന്റെ ബാക്ക് എൻഡിൽ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മോഡലിന്റെ പേര് വരെ UI മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. എത്ര പേർക്ക് അത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഞാൻ ഇപ്പോ റിപ്പീറ്റഡ്ലി പ്രൊജക്ട്സും കാര്യങ്ങളും ചെയ്യുമ്പോൾ പോലും നമ്മൾ നോട്ടീസ് ചെയ്യണ്ട എക്സാക്ട്ലി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്നിട്ട് പിന്നെ എന്ത് കൊടുക്കും നമ്മളെടുത്ത്, ഈ UI ഇങ്ങനെയല്ല, UI മാറ്റിത്തായോ, ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കും. സോ എപ്പോഴും ആലോചിക്കുക, ഞാൻ ഈ പറഞ്ഞ ടേംസ് ഉണ്ടല്ലോ, ക്രിയേറ്റിവിറ്റി, ഡിസിഷൻ ടേക്കിങ്, അതേപോലെ തന്നെ പ്രോബ്ലം സോൾവിങ്ങിന്, ഇതിനൊക്കെ എന്തായാലും മനുഷ്യന്മാർ തന്നെ വേണം. ക്ലിയർ? ഓക്കെ അല്ലേ എല്ലാവരും? അപ്പൊ അത് വിചാരിച്ചിട്ട് ആരും സ്ട്രെസ് ആവണ്ട.
അതായത് കുറെ പേര് പറയുന്ന സംഭവങ്ങളുണ്ട്, IT ജോബ് ഇല്ല. IT ജോബ് ആക്ച്വലി ഇപ്പോഴും ഉണ്ട്, പക്ഷെ എന്താ വെച്ചാൽ സ്കിൽഡ് ആയ ആൾക്കാർക്ക് മാത്രം. ആ ഒരു കാര്യമുള്ളൂ. കാരണം നമ്മൾ പറയുന്ന ഒരു പോയിന്റ് കറക്റ്റ് ആണ്. ഒരു കല്ലെടുത്ത് മുകളിലേക്ക് എറിഞ്ഞാൽ അതൊരു എഞ്ചിനീയറിന്റെ തലയിലായിരിക്കും എന്നുള്ളൊരു പോയിന്റ് ഒക്കെ ഞാൻ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ എടുക്കുന്നു. പക്ഷെ ഓൺ ദ സെയിം ഹാൻഡ് സ്കിൽഡ് ആയിട്ടുള്ള എല്ലാവർക്കും വർക്കും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും അതുകൂടി ഒന്ന് ആലോചിക്കുക. AI ഒരിക്കലും കംപ്ലീറ്റ്ലി നമ്മളെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ അതൊരു എന്തായിരുന്നു സ്കോപ്പ് ആയിരുന്നു AI കോഡിംഗ് അസിസ്റ്റൻസ്. ദെൻ കമ്മിങ് ടു AI അക്രോസ് ഇൻഡസ്ട്രീസ്. കുറെ സ്റ്റുഡൻസ് കരുതുന്നുണ്ട്, അതായത് അതായത് ഇങ്ങനത്തെ ടൂൾസും കാര്യങ്ങളൊക്കെ എവിടെയാ ഇൻഡസ്ട്രീസിൽ മാത്രമാണ് നമ്മൾ മാത്രമാണ് യൂസ് ചെയ്യണം. ഇപ്പൊ ഞാൻ പറഞ്ഞു എന്ത്, നമ്മൾ എല്ലാ ഇൻഡസ്ട്രീസിലും AI ഇൻട്രൂഷൻ ഉണ്ട്. ഈ ഞാൻ സെക്കൻഡ് ക്ലാസ്സിലാണോ തേർഡ് ക്ലാസ്സിലാണോ നിങ്ങൾക്ക് അറിയില്ല, ആരോ ചോദിക്കലുണ്ടായി, അതായത് ഫിനാൻസിന്റെ ആ ഒരു ഫൈനാൻസ് ബേസിൽ നമുക്ക് AI യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന്. ആരാന്ന് എനിക്ക് ഓർമ്മല്ല. ഞാൻ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ അന്ന് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു തോട്ട് ഉണ്ടോ, അതായത് AI ഒരു പെർട്ടിക്കുലർ IT റിലേറ്റഡ് അല്ലാതെ നമ്മൾ എന്നും കാണുന്ന ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രീസിൽ അല്ലാണ്ട് AIക്ക് എല്ലാ ഇൻഡസ്ട്രീസിലും ഒരു കൈ ഇല്ലാന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? AI ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രി AI ഇല്ലാത്ത ഒരു ഇൻഡസ്ട്രി ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ, യൂസ് ചെയ്യാൻ കഴിയാത്ത? ആർക്കെങ്കിലും എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ? ഇനി ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തംസ് ഡൗണിലും ചെയ്തൊന്ന് റിയാക്ട് ചെയ്തു. എല്ലാവരുടെ ഒപ്പീനിയനും അതല്ലേ? AI മേജർലി ഇപ്പത്തെ കറന്റ് സിറ്റുവേഷൻ വെച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോസ്റ്റ് ഓഫ് ദി ഫീൽഡിലും ഉണ്ട് അല്ലേ? യെസ്, അതെ. സോ ഞാൻ ഈ പറഞ്ഞപ്പോ നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ മേജർലി നമ്മൾ ഡെയിലി ബേസിൽ ഡയറക്ട്ലി ഡീൽ ചെയ്യുന്ന എല്ലായിടത്തും AI ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഹെൽത്ത് കെയറിൽ വരെ ഡോക്ടേഴ്സ് എന്ത് ചെയ്യാണ്, ഇപ്പൊ ഈ സ്കാൻസും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാലും അതിന്റെ മുന്നേ തന്നെ, അതായത് ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞ ഉടനെ തന്നെ ഡയറക്ട്ലി നമുക്ക് ഔട്ട് കിട്ടും. അതായത് ഈ ഒരു സ്കാനിങ്ങിന്റെ റിപ്പോർട്ട്സ്, പേഷ്യന്റ് ഔട്ട്കംസ്, അതേപോലെ അവർക്ക് ഡെയിലി ബേസിൽ കൊടുക്കുന്ന മെഡിസിൻസിന്റെ സംഭവങ്ങള്, ഇതൊക്കെ നമുക്ക് AI വെച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ സെയിം ഹാൻഡ് നമ്മൾ ഫിനാൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിങ്ങിലൊക്കെ ഈ ഫ്രോഡ് ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് AI യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് പിന്നെ ഇപ്പോ എഡ്യൂക്കേഷന്റെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ലേണിംഗ് പ്ലാറ്റ്ഫോംസ് വരെ ഇപ്പൊ അവൈലബിൾ ആണ്. അതായത് നമുക്ക് ഓരോ സ്റ്റുഡൻസിനനുസരിച്ച് അവരുടെ ആ ഒരു ലെവൽ അനുസരിച്ച് വരെ ലെസൺസ് സജസ്റ്റ് ചെയ്യുന്ന കുറെ AI ബേസ്ഡ് പ്ലാറ്റ്ഫോംസ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ എന്റർടൈൻമെന്റ് കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ റെക്കമെൻഡേഷൻസ്, പിന്നെ അതേപോലെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക, ഇമേജ് ഉണ്ടാക്കുക, മ്യൂസിക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി വരെ എന്താണ് AI ഉണ്ട് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് അഗ്രികൾച്ചറിലും പറയാം, അതായത് ക്രോപ്പ് ഡിസീസസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ പറ്റും. സോ നമ്മൾ ഇതിന്ന് വരുന്ന ഒരു ഐഡിയ കൺക്ലൂഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് AI നമ്മൾ ഡെയിലി ബേസിൽ ഉള്ള എല്ലാ കമ്പനീസ്, ഡെയിലി ബേസിൽ നല്ല മോസ്റ്റ് ഓഫ് ദി കമ്പനീസ് യൂസസ് AI ടുഡേ. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? സോ പിന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അതായത് വാട്ട്സ് കമ്മിങ് ഇൻ 5 to 10 years? എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു ഒപ്പീനിയന്? ഒരു 5 to 10 yearsൽ എന്ത് സംഭവിക്കും? ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലെവൽ എന്തായിരിക്കും? അഡ്വാൻസ്ഡ് ആവല്ലേ ചെയ്യാം? യെസ്, എക്സാക്ട്ലി. ഇപ്പൊ നമ്മൾ കാണുന്നതൊക്കെ ഞാൻ പറഞ്ഞു, ഇപ്പൊ ജസ്റ്റ് ഫണ്ണായിട്ട് പറയുകയാണെങ്കിൽ ഇതൊക്കെ ഒരു ടീച്ചർ മാത്രമാണ്. ഇതിന്റെ എല്ലാതിന്റെയും അഡ്വാൻസ്ഡ് സാധനങ്ങളാണ് ആക്ച്വലി ഒരു 5 to 10 yearsലൊക്കെ എന്തായാലും നമ്മുടെ മുന്നിൽ നമ്മൾ കാണാൻ വേണ്ടി പോകണം, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി വരെ പോകുന്നത്. ഇപ്പൊ ഇപ്പൊ ഡെയിലി ബേസിൽ ഇപ്പൊ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം,
ഇപ്പോ മീറ്റിംഗ്സ് ഷെഡ്യൂൾ ചെയ്യും, റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യാനും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൽസ് അയക്കാനും, മെയിൽസ് ഈവൻ റീഡ് ചെയ്യാൻ വേണ്ടി വരെ ഇപ്പോഴത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആ ഒരു ലെവൽ വരെ എത്തി. ബട്ട് നമ്മളൊരു ലോങ് ടേം പറയുകയാണെന്നുണ്ടെങ്കിൽ റിസർച്ച് വർക്ക്സ് വരെ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി AI ഹെൽപ്പ് ചെയ്യും. അങ്ങനത്തെ ഇതിന് പറയുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്. അതായത് നമ്മളെ ഇപ്പത്തെ കറന്റ് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ പ്രോബ്ലം സോൾവിങ് കാര്യങ്ങളൊക്കെ ഇപ്പൊ കറന്റ്ലി ഇപ്പത്തെ നമ്മൾ യൂസ് ചെയ്യണ AI ടൂൾസ് ആ ഒരു നിലവാരം എത്തിയിട്ടില്ല. സോ ഫ്യൂച്ചറിസ്റ്റിക്കലി ഇപ്പൊ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്, അതായത് ഹ്യൂമൻ ഇന്റലിജൻസ്. നമ്മൾ തിങ്ക് ചെയ്യണ പോലെ തന്നെയുള്ള AI സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ? അപ്പൊ അതുകൊണ്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് പറയുന്ന സമയത്ത് ഇത്രത്തോളം ഒരു അഡ്വാൻസ്മെന്റ് ആണ് അതിൽ ഉണ്ടാവുക. ഇപ്പത്തെ ഡീമെറിറ്റ്സ് വെച്ചിട്ട് അന്ന് അതൊരു മെറിറ്റ് ആക്കി മാറ്റാനുള്ള ഒരു കാര്യമായിരിക്കും ഫ്യൂച്ചറിൽ ഉണ്ടാവുക. ഓക്കെ, സോ ഇനി നമ്മൾ ഇതിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ എല്ലാവരും ചോദിക്കണം, അല്ലെങ്കിൽ പലരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എന്ത്, AI പഠിച്ചാൽ എന്ത് ജോബാണ് കിട്ടുക? നമുക്ക് ഡാറ്റ അനലിസ്റ്റ്, ഡാറ്റ സയന്റിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് നമ്മൾ ഈ ഡാറ്റയുടെ പാറ്റേൺസ് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതിനെ സോർട്ട് ചെയ്യാനും കാറ്റഗറൈസ് ചെയ്യാനൊക്കെ വേണ്ടി പറ്റുന്ന ഒരു സ്ട്രീമാണ് ആക്ച്വലി അത്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 300 ഡാറ്റ 400 ഡാറ്റ എന്നല്ല, മില്യൺസ് ഓഫ് ഡാറ്റ അവൈലബിൾ ആണ് ഇപ്പോഴത്തെ അക്രോസ് ദ വേൾഡ്. സോ അതിനൊക്കെ നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യണം, കാറ്റഗറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ക്ലാസിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ AI ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഈ AI യൂസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു സ്ട്രീമാണ് ആക്ച്വലി ഡാറ്റ സയൻസ്. ഡാറ്റ സയന്റിസ്റ്റ് അതിന്റെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ആണ്. സോ അവിടെ നമുക്ക് വേണ്ട ബേസിക് സ്കില്ല് എന്ന് പറഞ്ഞാൽ പൈത്തൺ, സ്റ്റാറ്റിസ്റ്റിക്സ്, ഡാറ്റ അനാലിസിസും കാര്യങ്ങളൊക്കെ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് വരുന്ന ഒരു സംഭവമാണ് ML, അതായത് മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ. അതായത് MLന്റെ മോഡൽസ് ബിൽഡ് ചെയ്യാനാണ് ഇതിൽ വരിക. ഇപ്പൊ കമ്പനീസിൽ ഇത് ആക്ച്വലി ഡിപ്ലോയ് ചെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ML എഞ്ചിനീയറിന്റെ റോള് ശരിക്കും പറഞ്ഞാല് അത്യാവശ്യത്തിന് ഒരു സാലറി ഇല്ലൊരു ഹൈ സാലറി റോളാണ്. ഓക്കെ, പിന്നെ അടുത്തത് പറയുകയാണെന്നുണ്ടെങ്കിൽ AI റിസർച്ചർ. ഫോർ എക്സാമ്പിൾ ഇപ്പോ ഈ പറഞ്ഞ പോലെ ന്യൂ AI ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളത് യൂസ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടും തന്നെ സ്റ്റുഡൻസിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ആക്ച്വലി AI റിസർച്ച്. പിന്നെ AI പ്രൊഡക്റ്റ് മാനേജർ, അതായത് ഇപ്പൊ ബിസിനസ് ആൻഡ് ടെക്നിക്കൽ ടീംസിനെ കണക്ട് ചെയ്യാനുള്ള ഒരു ലീഡർഷിപ്പ് റോള് പോലെയാണ് ആ AI പ്രൊഡക്റ്റ് മാനേജറും കാര്യങ്ങളും. പിന്നെ AI കൺസൾട്ടന്റ് ഉണ്ട്. അതും തന്നെ ഇതേപോലെ തന്നെ സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതാണ് AI കൺസൾട്ടന്റ്. ഓക്കെ, അപ്പോ ഇതൊക്കെ ഒരു പെർട്ടിക്കുലർ ജോബാണ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തു എന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമുക്ക് എന്ത് ഫ്യൂച്ചർ ഐഡിയ വരെ എന്തായാലും ക്ലിയർ ആയി അല്ലെ? എന്തൊക്കെ ഫ്യൂച്ചറിസ്റ്റിക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് AI ML ഉണ്ടാവും എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലേ? യെസ്. സോ അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എങ്ങനെയാണ് ഒരു AI കരിയർ സ്റ്റാർട്ട് ചെയ്യാന്നും കൂടി അതിൽ ഇമ്പോർട്ടന്റ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ അതിന് വേണ്ട ഒരു ആക്ച്വലി അതൊരു സിമ്പിൾ റോഡ് മാപ്പ് ആണ്. ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ പൈത്തൺ കുറച്ചൊരു ബേസിക് ഫൗണ്ടേഷൻ ഉണ്ടാക്കി വെക്കുക. പിന്നെ അടുത്തത് വേണ്ടത് മാത്സ് പഠിക്കാം, ലേൺ മാത്തമാറ്റിക്സ്. അതായത് ഏതൊരു മോഡലിന്റെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ ഈ മാത്സും പൈത്തണും കാര്യങ്ങളൊക്കെയാണ്. സോ അതുകൊണ്ട് തന്നെ മാത്സ് ലോജിക്കൽ തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോബിലിറ്റിയും കാര്യങ്ങളൊക്കെ നല്ലൊരു ഐഡിയ നിങ്ങൾക്ക് എന്തായാലും അതിൽ വേണം. അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോബിലിറ്റി, ലീനിയർ ഓൾജിബ്ര, ഇതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കുക. ആൻഡ് ഓൾസോ പിന്നെ അടുത്തൊരു സാധനമാണ് ML എന്താണെന്ന് പഠിക്കുക, ലേൺ ML. ഈ പറഞ്ഞ പോലെ ബേസിക് സാധനങ്ങളല്ല, കുറച്ചൊരു അഡ്വാൻസ്ഡ് മെഷീൻ ലേണിംഗിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. പിന്നെ നിങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ബിൽഡ് ചെയ്യുക. ലിങ്ക്ഡിൻ എത്രത്തോളം ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്, നല്ല രീതിക്ക് നിങ്ങൾ നിങ്ങളുടെ പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഡേ ടു ഡേ ലൈഫിൽ ലിങ്ക്ഡിൻ പുഷ് ചെയ്യുന്ന അല്ലാന്നുണ്ടെങ്കിൽ ബൂസ്റ്റ് ചെയ്യുന്ന എത്ര പേരുണ്ട്? എല്ലാവർക്കും ലിങ്ക്ഡിൻ അക്കൗണ്ട് ഇല്ലേ? ഇപ്പോ ഫൈനൽ ഇയേഴ്സ് എന്തായാലും അത്യാവശ്യത്തിന് ഇപ്പൊ തന്നെ ബൂസ്റ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ. കാരണം നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആവും. ഇപ്പൊ നിങ്ങളൊരു കമ്പനി വരികയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ
ലിങ്ക്ഡിൻ പ്രൊഫൈൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഇനി ഫസ്റ്റ് ഇയേഴ്സ് സെക്കൻഡ് ഇയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മാക്സിമം സർട്ടിഫിക്കേഷൻസും പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുക. ഗിറ്റിൽ അതേപോലെ റിപ്പോസിറ്ററീസ് എന്നിട്ട് പുഷ് റിക്വസ്റ്റും പുൾ റിക്വസ്റ്റ് പുഷ് ചെയ്യാം, പുൾ റിക്വസ്റ്റ് ഒക്കെ ഇടക്കിടക്ക് കൊടുക്കുക. ഗിറ്റ് പിന്നെ അതേപോലെ തന്നെ ലിങ്ക്ഡിനൊക്കെ എപ്പോഴും ലൈവ് ആക്കി നിർത്താൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോ ഗിറ്റ് ഹബിൽ എല്ലാവർക്കും അക്കൗണ്ട് ഇല്ലേ? ഗിറ്റില് അക്കൗണ്ട് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആർക്കെല്ലാം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കണം. അപ്പൊ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാ, നിങ്ങള് ഗിറ്റ് അതേപോലെ ലിങ്ക്ഡിനൊക്കെ മാക്സിമം ലൈവ് ആക്കിയിട്ട് സൂക്ഷിക്കുക. ബിക്കോസ് എന്താ വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഫ്യൂച്ചറിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എല്ലാ കാര്യത്തിനും നമ്മൾ നോക്കുമ്പോൾ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ സർട്ടിഫിക്കേഷൻസ് നിങ്ങളിപ്പോ എന്തായാലും സെക്കൻഡ് ഇയർ തേർഡ് ഇയർ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടെക്നിക്കൽ കിട്ടുന്ന എല്ലാതും ഞാൻ പെയ്ഡ് തന്നെ പ്രൊമോട്ട് ചെയ്യണമൊന്നുമില്ല. ബട്ട് അൺപെയ്ഡ് ആയിട്ടും കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് 2 ദിവസം മുന്നേ ഞാൻ പറയണ്ടായിരുന്നില്ലേ, അതായത് പൈത്തണിന്റെ ബേസിക്സിന്റെ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇങ്ങനെ സെർച്ച് ചെയ്യുക, എല്ലാവരുടെ കയ്യിലും മൊബൈലും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. സോ ഫ്രീ ആയിരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ, അതായത് സർട്ടിഫിക്കേഷൻസ്, ഇതിന്റെ വർക്ക്ഷോപ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ മാക്സിമം ട്രൈ ചെയ്യാം. അത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഈവൻ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ വരെ ഇപ്പോ അത് നിങ്ങൾ എന്തായാലും അത് ഹെൽപ്പ് ചെയ്യും. ഞാൻ നിങ്ങളുടെ അടുത്ത് ആക്ച്വലി എന്റെ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. കാരണം ഞാന് പെർഫെക്റ്റ്ലി സെയിം, ഞാൻ ബിടെക് ഞാനൊരു പ്രൈവറ്റ് കോളേജിലാണ് ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രത്തോളം നോളജോ കാര്യങ്ങളോ ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനത്തെ ഈ പോർട്ട്ഫോളിയോസ് എന്നുള്ളൊരു ഐഡിയ അന്ന് ഉണ്ടായിരുന്നില്ല. ഇത് പറഞ്ഞു തരാനും ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എൻവയോൺമെന്റ് എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ സറൗണ്ടിങ്സ് ആണെങ്കിലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും. ബട്ട് ആഫ്റ്റർ ദെൻ ഞാൻ മാസ്റ്റേഴ്സിന് ജോയിൻ ചെയ്ത സമയത്താണ് ഇത് ആക്ച്വലി ഇമ്പോർട്ടന്റ് ആണ്, അതേപോലെ തന്നെ നമുക്കിതൊക്കെ വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു ഐഡിയ കിട്ടിയത്. ആഫ്റ്റർ ദെൻ പിന്നെ ഞാൻ വർക്ക് ചെയ്യാൻ കൂടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ വളരെ അത് കുറച്ചും കൂടി മീൻസ് എനിക്കത് മനസ്സിലാവാൻ തുടങ്ങി. ഈവൻ എന്റെ ടീം ലീഡ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ലിങ്ക്ഡിനിൽ ഇട്ടിട്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം. ഇപ്പൊ എന്തായാലും ഐ ഗെസ് ഇവിടെ ഇതിലൊരു 52 സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഒക്കെ ഫോളോ ചെയ്യുക, എൻഡോസ് ചെയ്യുക. ഇപ്പൊ ഈ നമ്മുടെ ഈ കോഴ്സ് കഴിഞ്ഞ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും തന്നെ നിങ്ങൾ അതിലിടുക. ആൻഡ് ഓൾസോ ഇപ്പൊ നിങ്ങൾ ചെയ്യണ കുഞ്ഞു ഇപ്പോ നിങ്ങൾ ഓൾറെഡി ഇപ്പൊ ഈ ക്ലാസ് കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്യും, നിങ്ങൾക്ക് AI/ML ഇപ്പൊ കൊളാബ് യൂസ് ചെയ്യാൻ പഠിച്ചു കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾ തന്നെ ഇപ്പൊ ഈ പറഞ്ഞ AI ടൂളിനോട് ചോദിക്കുക, എനിക്ക് ലിങ്ക്ഡിനിൽ ഒരു പ്രൊജക്ട് അപ്ലോഡ് ചെയ്യണം, അപ്പൊ ML/AI ബേസിൽ എനിക്ക് കുറച്ച് പ്രൊജക്ടിന്റെ ഐഡിയ സജസ്റ്റ് ചെയ്യുമെന്ന് പറയാം. അപ്പൊ സജസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ അവർ കുറച്ച് ഐഡിയാസും കാര്യങ്ങളും തരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു ML ഒക്കെ വരുന്ന സ്റ്റെപ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഒരു ഡാറ്റ സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഡാറ്റ സെറ്റ് പ്രീ പ്രോസസ് ചെയ്യുക അല്ലെ, പിന്നെ മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക, മോഡലിനെ വാലിഡേറ്റ് ചെയ്യുക, ആഫ്റ്റർ ദിൻ മോഡലിനെ ടെസ്റ്റ് ചെയ്യുക. സോ സെയിം പ്രോസസ്സ് ചെയ്യേണ്ട ഒരു റോഡ് മാപ്പ് ChatGPT അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു AI ടൂൾസ് ഫസ്റ്റ് ആസ് എ ബിഗിനർ നിങ്ങൾ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുത്ത് ചെയ്യരുത്. നിങ്ങൾക്ക് ആ റോഡ് മാപ്പ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. ക്ലിയർ? അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഇപ്പൊ ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വർക്ക് പോലെ തരികയാണ്. അതായത് ഇതേപോലെ ChatGPTന്റെ അടുത്ത് ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഒരു ടോപ്പിക്, ഒരു ബിഗിനറിനും കൂടി കൊടുത്തോളൂ, ഒരു ടോപ്പിക് സജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറയാം. അപ്പൊ ഒരു ടോപ്പിക് സജസ്റ്റ് ചെയ്യും, അതിനെ ബേസ് ചെയ്തിട്ട് ആ മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് ഔട്ട്പുട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മളെ കഴിഞ്ഞ ആ ലിങ്ക് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു ഡ്രൈവ്, ആ ഡ്രൈവിൽ എന്തായാലും നിങ്ങളെ ഫോൾഡർ എടുക്കുന്നുണ്ട്. സോ ആ ഫോൾഡറിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു പ്രൊജക്റ്റും കൂടി അപ്ലോഡ് ചെയ്യാം. ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പിലോ പേഴ്സണൽ മെസ്സേജ് ചോദിച്ചോളൂ. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ എന്നിട്ട് ഈ ഒരു പ്രൊജക്ട്, ഈ കുഞ്ഞു പ്രൊജക്ട് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആസ് എ ബിഗിനർ ഐ ഹാവ് കംപ്ലീറ്റഡ് ദിസ് ആൻഡ് ദിസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്ക്ഡിലാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊജക്ട് സെയിം ഗിറ്റിലാണെന്നുണ്ടെങ്കിൽ പുഷ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, എല്ലാവർക്കും ഓക്കെ അല്ലേ? മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത്?
സോ അതേപോലെ തന്നെ വീക്ക്ലി വൺസ് ട്വൈസ് ഒക്കെ ഓരോ ഇങ്ങനത്തെ കുഞ്ഞു പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാൻ നോക്കുക. കുറച്ചും കൂടിയും ഒരു 3-4 പ്രൊജക്ട് ഈ ബിഗിനർ ലെവൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും. അതേപോലെ പുതിയ പുതിയ ടേംസ് നിങ്ങൾ ഇങ്ങനെ ഈ പ്രൊജക്ട് ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങളുടെ ഫോൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് സെഷൻ ആണെന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് എല്ലാം പുതിയ AI റിലേറ്റഡ് അല്ലെങ്കിൽ ML റിലേറ്റഡ് ടെക്നോളജീസ് വെച്ച് നിറയും. നമ്മൾ പറഞ്ഞു എന്ത് റെക്കമെൻഡേഷൻസ് പറഞ്ഞൊരു സാധനം ഇതിന്റെ ഒരു പെക്യുലാരിറ്റി ആയതുകൊണ്ട് തന്നെ അപ്പൊ നിങ്ങൾക്ക് എന്ത് പുതിയ പുതിയ വേർഡ്സും കാര്യങ്ങളൊക്കെ വരും. ഇപ്പൊ കമ്പ്യൂട്ടർ വിഷൻ എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. ബിടെക്കിന് ഫൈനൽ ഇയർ അല്ലെങ്കിൽ ഒരു കോർ പേപ്പർ അല്ല, ഐ ഗസ് അതൊരു എന്തായിരുന്നു ഇലക്റ്റീവ് ആയിരുന്നു. അപ്പൊ അങ്ങനത്തെ ഈ ML തന്നെ വരുന്ന കുറച്ച് ടേംസ് ഉണ്ട്. പാറ്റേൺ റെക്കഗ്നിഷന്, പിന്നെ അതേപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കമ്പ്യൂട്ടർ വിഷന്, ഇങ്ങനത്തെ കുറച്ച് NLP, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്, ഇങ്ങനത്തെ കുറച്ച് ടേംസ് ഉണ്ട്. സോ അതിനൊക്കെ വെച്ചിട്ട് പ്രൊജക്ട്സ് ഒക്കെ പിന്നെ ഫർദർ ആയിട്ട് ട്രൈ ചെയ്യാൻ നോക്കാം. നിങ്ങൾ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, അതായത് നമ്മളെ ഹാൻഡ്സ് വെച്ചിട്ട് മൗസ് കൺട്രോൾ ചെയ്യുക, അതേപോലെ തന്നെ ഗെയിംസ് വെറുതെ ഇങ്ങനെ ക്യാമറയിൽ ഇങ്ങനെ കാണിച്ച് ഇങ്ങോട്ട് നീങ്ങുമ്പോൾ സ്ക്രീനിലുള്ള ബോൾസ് ഒക്കെ മൂവ് ചെയ്യുക, ഇങ്ങനത്തെ കുറെ പ്രൊജക്ട്സ് ഒക്കെ പോയി ജസ്റ്റ് നമുക്ക് AI അല്ലെങ്കിൽ ML പ്രൊജക്ട്സ് നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള്? യെസ്. അപ്പൊ എന്തോ ചോദിച്ചാല് ഇപ്പോ ഇത് നിങ്ങളെ ഒരു ഈ ML അല്ലെങ്കിൽ പൈത്തണിന്റെ ഒരു ലാസ്റ്റ് ക്ലാസ് ആയിട്ട് കാണാണ്ട് ഇതൊരു ബിഗിനിങ് ലെവൽ സെഷൻ ആയിട്ട് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു ഇതിലാണ് പോകേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലൂടെ പോവാം. ഞാൻ ആരും പുഷ് ചെയ്യുന്നില്ല. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഫീൽഡ് മാത്രം എല്ലാവരും ഓപ്റ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോ ഈ ഒരു AI ML നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ആയിട്ട് ഹെൽപ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. ലൈക്ക് ഐ എം റെഡി ടു ഹെൽപ്പ് യു. അത്രയൊക്കെ തന്നെ എനിക്ക് ആക്ച്വലി പറയാനുള്ളൂ. നാളെ ഒരു സെഷനും കൂടി ഉണ്ട്. അപ്പൊ നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഇതിനോട് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പ്രിപ്പയർ ആയിട്ട് വരാം. സോ നാളെ നമുക്ക് അതും കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതൊന്ന് ലൈക്ക് ഹെൽപ്പ് ആവും. ഓൺ ദ സെയിം ഹാൻഡ് ഇന്ന് നമുക്കൊരു കൊളാബിൽ ഒരു പ്രൊജക്ട് അല്ല, ചെറുതായിട്ടൊരു ഈ ഒരു എന്ത് ചെയ്യാം, നമ്മുടെ ഈ പ്രിഡിക്ഷൻ സാധനം ഒന്ന് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ അത് ചെയ്യണ സമയത്ത് എനിക്ക് ഒന്നുകൂടി ഹെൽപ്പ് ആവും. ഇപ്പൊ എല്ലാവർക്കും ഇത് വിസിബിൾ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ കൊളാബിൽ ഞാൻ ഈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡാറ്റ ലിസ്റ്റ് ആണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ നോക്കിയേ, അമേസിംഗ് വർക്ക്ഷോപ്പ്, ബാഡ് സെഷൻ, അതേപോലെ തന്നെ ആവറേജ് ക്ലാസ്, എക്സലന്റ് ടീച്ചിങ്, നോട്ട് യൂസ്ഫുൾ. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സാമ്പിൾ ടെക്സ്റ്റ്, വിച്ച് മീൻസ് എന്റെ ഡാറ്റ. സോ ഞാൻ ഇവിടെ എന്താ കൊടുക്കുന്നത് വെച്ചാൽ ഇവിടുത്തെ ലോജിക്ക് ഫോർ ടെക്സ്റ്റ് ഇൻ ടെക്സ്റ്റ്, അതായത് ഈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാറ്റ സെറ്റിലെ ടെക്സ്റ്റില് അമേസിംഗ് എന്നുള്ള വേർഡ് കണ്ടു കഴിഞ്ഞാൽ ഇഫ് അമേസിംഗ് ഇൻ ടെക്സ്റ്റ് ഓർ എക്സലന്റ് ഇൻ ടെക്സ്റ്റ്, പ്രിന്റ് എന്താണ് ടെക്സ്റ്റ് നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റ് അത് പോസിറ്റീവ് ആണെന്ന് കാണിക്കുക. എൽസ് ഇഫ് ബാഡ് ഇൻ ടെക്സ്റ്റ് അല്ലെങ്കിൽ നോട്ട് ഇൻ ടെക്സ്റ്റ് എന്നൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ടെക്സ്റ്റിന്റെ കൂടെ നെഗറ്റീവ് എന്ന് ഷോ ചെയ്യുക, ഔട്ട്പുട്ട് തരിക. ഓർ എൽസ് നമ്മൾ എന്ത് ചെയ്യുക, പ്രിന്റ് ചെയ്യുമ്പോൾ ഇത് ന്യൂട്രൽ സ്റ്റേറ്റ്മെന്റ് ആണ് കാണിക്കുക. ക്ലിയർ? ഇതാണ് ഒരു ഇത് ആക്ച്വലി എന്താ വെച്ചാല് നമ്മുടെ സെന്റിമെന്റ് അനാലിസിസ്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, റിവ്യൂ അനാലിസിസ് എന്നൊക്കെ പറയാം. സെന്റിമെന്റ് അനാലിസിസ് തന്നെ നമുക്ക് വിളിക്കാൻ പറ്റും. അതായത് ടെക്സ്റ്റ് സെന്റിമെന്റ് അനാലിസിസ്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഫിലിമൊക്കെ കാണാൻ പറ്റും, നമ്മൾ റിവ്യൂസ് ഇടുമല്ലോ, ആ റിവ്യൂസ് ഇടുന്ന സാധനങ്ങൾ കൺസോൾഡേറ്റ് ചെയ്ത് ആക്ച്വലി ഇങ്ങനെ കിട്ടുക. ഇപ്പൊ നോക്കിയേ, ഞാൻ ഇവിടെ ഇത് കുഞ്ഞൊരു സാധനമാണ്. ഞാൻ കഴിഞ്ഞ വട്ടം അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇത് ഏറ്റവും ഒരു ബേസിക് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ എല്ലാവരും ഒന്ന് കൊളാബ് എടുത്തിട്ട് ഇതൊന്ന് സ്വന്തമായിട്ട് എഴുതി. കാരണം എനിക്ക് ഈ ഡാറ്റാ സെറ്റ് ഒക്കെ നിങ്ങളെയും കൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യണം. എല്ലാവർക്കും വിസിബിൾ ആണോ എന്ന് തംസപ്പ് ഇട്ടേ വിസിബിൾ ആണെങ്കിൽ. ഓക്കെ, ഫൈൻ. അപ്പൊ എന്ത് ചോദിച്ചാൽ എല്ലാവരും ഈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഇത് ആക്ച്വലി നമ്മൾ ഡാറ്റാ സെറ്റ് ആണ്. അപ്പൊ ഇത് സ്വന്തമായിട്ട് ഇതിപ്പോ ഇതിൽ പ്രീ പ്രോസസിങ്ങും കാര്യമൊന്നും ചെയ്യുന്നില്ല. ചെറിയൊരു ടെക്സ്റ്റ് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ലോജിക്ക് അത് വെച്ചിട്ട് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നു, അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇത് എന്തിന്റെ നമുക്ക് ഇതായിട്ട് പറയാൻ വേണ്ടി പറ്റും, അതായത് ഇത് പേ ആയി തന്നെ ഏതാണ്, ഇപ്പൊ ഞാൻ പറഞ്ഞു എന്ത് സെന്റിമെന്റ് അനാലിസിസ് ആണ്. അപ്പോ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു ടേംസിന്റെ ഇടയിലെ പാറ്റേൺസ് ഡിറ്റക്ട് ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്ത് തരാണ്. സോ എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്തേ. ഫസ്റ്റ് ടെക്സ്റ്റ് അടിക്കുക, പിന്നെ ഈ ഒരു നമ്മുടെ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക, അപ്പൊ നമുക്ക് ഔട്ട് കിട്ടും.
ഇവിടെ ഞാൻ പറഞ്ഞ പോലെ വേറെ പ്രീ പ്രോസസ്സിങ്ങോ വേറെ നോർമലൈസേഷനോ സ്കെയിലിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഡയറക്റ്റ് ഡാറ്റ ഒരു ലോജിക്കിലേക്ക് അപ്ലൈ ചെയ്യുന്നു. സോ ഒന്ന് ട്രൈ ഔട്ട് ചെയ്തേ. എത്ര പേർക്ക് ഔട്ട് കിട്ടി? ഔട്ട് കിട്ടിയ ആൾക്കാരൊന്ന്. ഓക്കെ, റമീസിന് കിട്ടി, ഫൈൻ. സെയിം ആസ് ദാറ്റ് എല്ലാവർക്കും കിട്ടിയോ? കൃഷ്ണപ്രിയ, ഓക്കെ ഓക്കെ ഫൈൻ. സോ ഇനി ആർക്കെങ്കിലും കിട്ടിയിട്ടില്ല എന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു പ്രോഗ്രാം ഓൾറെഡി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും കൂടി ചെയ്യാം. സോ അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ടോപ്പിക് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഒരു ബിഗിനർ ലെവലിൽ ഒരു പ്രൊജക്ട് MLA ആയി, അതും തന്നെ ഡാറ്റ സെറ്റ് ഒക്കെ നിങ്ങളെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്തോളൂ. അപ്പൊ നമ്മൾ ഈ ചെയ്ത ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ സെന്റിമെന്റ് അനാലിസിസ് ഓൺ ദ സെയിം ഹാൻഡ് അതേ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ട്സ് തന്നെ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കാഗിൾ എന്ന് പറഞ്ഞൊരു സൈറ്റ് അവൈലബിൾ ആണ്. ഈ കാഗിളിൽ നമുക്ക് ഡാറ്റ സെറ്റ്സ് ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ടും അവൈലബിൾ ആണ്. സോ അതൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്ട്ലി ഇമ്പോർട്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ എന്തായാലും നിങ്ങളൊരു AI യൂസ് ചെയ്തിട്ട് തന്നെ
ആ ഡാറ്റനെ പ്രീ പ്രോസസ് ചെയ്യും. അതേപോലെ തന്നെ ഞാൻ റോഡ് മാപ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ ML പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രെയിൻ ചെയ്യുക, മോഡലിനെ ഇവാലുവേറ്റ് ചെയ്യുക, ആഫ്റ്റർ ദെൻ ടെസ്റ്റ് ചെയ്യുക. സോ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ മെട്രിക്സ്, ആക്യുറസി, പ്രിസിഷൻ ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഔട്ടായിട്ട് കിട്ടുക. സോ സെയിം അതും അതേപോലെ തന്നെ ഔട്ട്പുട്ട്സും നിങ്ങൾ എന്ത് ചെയ്യുക അപ്പൊ സ്ക്രീൻഷോട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗൂഗിൾ കൊളാബിന്റെ നോട്ട്ബുക്ക് ആയിട്ടാണെന്നുണ്ടെങ്കിലും നമ്മളെ ഡ്രൈവിൽ ക്രിയേറ്റ് ചെയ്ത പേരിന്റെ ഉള്ളിൽ എന്തായാലും സേവ് ചെയ്തിടുക. നാളത്തെ ഒരു ക്ലാസ്സും കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. സോ എല്ലാവരും ടോപ്പിക് ഒന്ന് നോക്കി വെക്കട്ടോ, ഇന്ന് അല്ലെങ്കിൽ നാളെ വൈകുന്നേരത്തിന്റെ ഉള്ളിൽ. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, ഫൈൻ ഫൈൻ. അപ്പൊ ഇതിന്റെ ബേസിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുക ചെയ്താൽ മതി. സോ ഞാൻ എന്തായാലും നിങ്ങൾക്ക് അത് ലൈക്ക് സോർട്ട് ഔട്ട് ചെയ്ത് തരാം. സോ ഇന്നത്തെ ക്ലാസ് എന്തായാലും ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ നാളെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നാളെ നമ്മളെ ലാസ്റ്റ് സെഷൻ ആയിരിക്കും. ഞാനിങ്ങനെ ലെക്ചർ വൈസ് പോണേ. സോ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. സോ അതായിരിക്കും ബെറ്റർ എല്ലാവർക്കും. അപ്പൊ നമുക്ക് എന്തായാലും ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഗുഡ് നൈറ്റ്.